ഒരു 5 അയല ഇതേപോലെ ഒന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രം അങ്ങോട്ട് വെക്കുക, ഒരു കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. വെള്ളത്തിൻ്റെ ഒരു കളർ മാറ്റമൊക്കെ ഉണ്ട്. ഇത് അരിച്ചിങ്ങോട്ട് എടുക്കുക. ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ആദ്യമേ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും കൂടെ ആ കുരുമുളക് വെന്ത വെള്ളം തന്നെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ്. ആ വെള്ളം കൂടെ നമുക്ക് ഈ അരപ്പിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കത്തിക്കട്ടെ. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി 10-20 ചെറിയ ഉള്ളി ചുമന്ന് വരുന്നുണ്ട്. തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒരു 2 തണ്ട് കറിവേപ്പില. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞതിന് ശേഷം ആ പേസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ആ കുരുമുളകിൻ്റെ ആ സത്തനുണ്ട് അതുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ചെറിയ 4 കഷ്ണം കുടംപുളി, ഇച്ചിരി വെള്ളവും കൂടെ കൂട്ടി അങ്ങോട്ട് ഒഴിക്കുകയാണ്. നന്നായിട്ട് തിളക്കട്ടെ. ഇനി നമുക്ക് ആ വരഞ്ഞ് വെച്ചിരിക്കുന്ന അയലെല്ലാം കൂടെ പിറക്കി കൊണ്ടിടാം. വേണ്ട, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ വശം കൂടെ ഒന്ന് വേണ്ട. അപ്പോൾ നമ്മുടെ അയലക്കറി റെഡി ആയിട്ടുണ്ട്. ആഹാ, അടിപൊളിക്കറി. നീ ഇതങ്ങ് നിർത്താം. പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ആഡംബരമൊന്നുമില്ലാതെ നല്ല രീതിയിൽ നല്ല ടേസ്റ്റിൽ തന്നെ ഒരു അയലക്കറി.